ഇവിടെ? എന്താ ഇവിടെ വന്നത്? എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ബാ ഇറങ്ങ്. എന്ത് കാര്യം? ഇന്നലെ പറഞ്ഞ കാര്യമാണെങ്കിൽ എനിക്കൊന്നും പറയാനുമില്ല കേൾക്കാനുമില്ല. തിരിച്ചു പോവാം. നീ കേട്ടേ പറ്റൂ. ഇറങ്ങ്. എനിക്ക് നിന്നോട് സംസാരിക്കണം. ബാ. ഞാൻ വരുന്നില്ല. ഇറങ്ങ്. എന്താ ഇവിടെ വന്നത്? കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരാൻ സമയമായി. പോവാം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട്. അത് കേട്ടിട്ട് നമുക്ക് വീട്ടിൽ പോവാം. അതെ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം തന്നെയാണ്. എനിക്ക് ജീവനുള്ള കാലത്തോളം ഞാൻ എതിർക്കും. എനിക്ക് പറ്റത്തില്ല. നിങ്ങളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഈ കല്യാണത്തിന് ഇനി സമ്മതിക്കണം. എനിക്ക് അവളില്ലാതെ പറ്റത്തില്ല. ഞങ്ങൾ കുറച്ച് നാളത്തെ അടുപ്പമാണ്. നീ ഇതിൽ എതിർപ്പ് പറയരുത്. ഷെമി, ഞാൻ പറയുന്നത് നീ കേൾക്ക്. ഈ വിവാഹത്തിന് എൻ്റെ ബന്ധുക്കളെല്ലാം സമ്മതമാണ്. അപ്പം നീ ഇതൊന്നും സമ്മതിക്കാതെ മാറി നിൽക്കരുത്. പിന്നെ നിനക്ക് വീട്ടിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നീ എൻ്റെ ആദ്യ ഭാര്യയായിട്ട് തന്നെ കഴിയാൻ നിനക്ക്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ രജിസ്റ്റർ ചെയ്യാത്ത കാര്യം നമ്മൾ തമ്മിലല്ല മറ്റൊരാൾ അറിയണ്ട. അറിഞ്ഞിട്ടില്ല. നാളെ അവളുടെ വാപ്പ വീട്ടിൽ വരും. വീട്ടിൽ വന്ന് നിന്നോട് ചോദിക്കുമ്പം നിനക്ക് പൂർണ്ണ സമ്മതമാണെന്ന് പറയണം ഈ വിവാഹത്തിന്. നീ അപ്പോഴും എതിർപ്പൊന്നും പറയരുത്. നമ്മളുടെ രീതിയിൽ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ലല്ലേ, പക്ഷേ അങ്ങനെ എനിക്ക് കല്യാണം കഴിക്കണമെന്നൊരാഗ്രഹമുണ്ട്. എല്ലാ ചടങ്ങുകളും ചെയ്ത് നീ എൻ്റെ ഒപ്പം കൂടെ ഉണ്ടാവണം. നീ എൻ്റെ ആഗ്രഹത്തിന് എതിര് പറയരുത്. ഞാൻ ഇഷ്ടപ്പെട്ടപ്പോൾ നീ എൻ്റെ കൂടെ ഇറങ്ങി വന്നവളല്ലേ. അപ്പം എൻ്റെ ഏതിഷ്ടത്തിനും നീ കൂടെ നിൽക്കണ്ടേ? അതല്ലേ നമ്മൾ തമ്മിലുള്ളൊരു സ്നേഹം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിട്ടല്ലേ ഇറങ്ങി വന്നത്. അതേപോലെ ഞാൻ നിങ്ങളെ ചതിച്ചില്ലല്ലോ. ഇന്ന് വരെ ഞാൻ മനസ്സുകൊണ്ട് പോലും ചതിച്ചിട്ടില്ല. അപ്പൊ ഞാൻ എൻ്റെ സ്നേഹത്തെയാണ് നിങ്ങൾ മുതലാക്കുന്നത്. എൻ്റെ ഏതിഷ്ടത്തിനും നീ കൂടെ നിൽക്കണ്ടേ? അതല്ലേ നമ്മൾ തമ്മിലുള്ളൊരു സ്നേഹം. സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇനി മറ്റൊരുത്തിക്ക് സ്ഥാനം കൊടുത്ത മനസ്സിൽ എനിക്കിനി സ്നേഹമില്ല, ഒന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാനും എൻ്റെ മക്കളും എവിടെയെങ്കിലും പൊയ്ക്കോളാം. നിങ്ങൾക്കൊരു ബാധ്യതയായിട്ട് ഞാൻ നിൽക്കത്തില്ല. മക്കളാ? മക്കൾ നിൻ്റെ കൂടെ വരുമോ? നീ വിളിച്ചാൽ മക്കൾ നിൻ്റെ കൂടെ വരുമോ? വീട്ടിൽ എത്രയും സൗകര്യങ്ങൾ അങ്ങനെ വെച്ചിട്ട് എൻ്റെ മക്കൾ നിൻ്റെ കൂടെ വരുമെന്നാണ് നീ വിചാരിക്കുന്നത്? തെരുവിലോട്ടാ? നീ എവിടെ പോവും? നിനക്കെവിടെ വീടിരിക്കുന്നു? നിനക്കെവിടെ ഇറങ്ങിപ്പോവാൻ സ്ഥലമുണ്ട്? മക്കളെയും കൊണ്ട് പോകുമെന്ന്. നീ പോകുന്നെങ്കിൽ പൊക്കോ. മക്കളില്ലാത്ത ജീവിതം നിനക്ക് ചിന്തിക്കാൻ കഴിയുമോ? എൻ്റെ വീക്ക്നെസ് എല്ലാം നിങ്ങൾക്കറിയാം. മക്കളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതേപോലെ തന്നെയല്ലേ നിങ്ങളും. പക്ഷെ ഭർത്താവിനെ പകുത്ത് ജീവിക്കാൻ എനിക്ക് പറ്റത്തില്ല. മക്കളെയും വിളിച്ചോണ്ട് പോകുമെന്ന് നടക്കും. ഏയ്, നിന്നെ അവൾക്ക് കാണണം. അവളിപ്പോൾ വരും. 5 മിനിറ്റ് അവിടെ വരും. നീ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യ്. എനിക്കാരെയും കാണണ്ട. വാ പോവാം.
എനിക്ക് ആരോടും ഒന്നും സംസാരിക്കാനില്ല. എനിക്ക് കാണുക പോലും വേണ്ട. ആ ഡേയ്, നീ എത്തിയാ? ആ, ഞങ്ങളിത് അവിടെ ഉണ്ട്. ശരി, ഓക്കെ. അവളെത്തിയേ? നിങ്ങൾ തമ്മിൽ സംസാരിച്ചോ? എന്താ പറയണം? പറഞ്ഞ കണക്കൊക്കെ പറഞ്ഞാൽ മതിയോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ അങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ ചിലപ്പോൾ കുറച്ച് അറ്റകൈയൊക്കെ പ്രയോഗിക്കും. കുഴപ്പമില്ലല്ലേ? ഇല്ല. ഇത്താക്ക് എന്നെ മനസ്സിലായോ? ഞാൻ ജെസ്സിയ. ഇക്ക പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് ആരെന്നും അറിയണ്ട, ഒന്നും അറിയണ്ട. എനിക്ക് ഒരു കാര്യം അറിയണ്ട. എനിക്ക് എന്റെ മക്കളുടെ കടയും കാര്യം നോക്കിയാൽ മതി. ഇത്ത, എനിക്ക് ഇക്ക ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം ഇത്ത അത് സമ്മതിക്കണം. വേണ്ട. എനിക്ക് വേറൊരു പ്രശ്നവുമില്ല. ഇത്ത അവിടെ ജീവിക്കുന്നുണ്ടോ, ഇക്കാടെ രണ്ടാം ഭാര്യയായിട്ട് വരുന്നുണ്ടോ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. എൻ്റെ വീട്ടുകാർക്ക് ഇപ്പം അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പൊ ഇത്ത മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഞങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ. ഇക്കായ്ക്കാണെങ്കിൽ ഇത്തയുടെ സമ്മതം ഉണ്ടായാൽ മതി. അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് തന്നെ ഇക്ക പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് വേറെ ആരെയും ശാപം വേണ്ട. ഇത്തയുടെ മക്കൾക്കൊന്നും കുഴപ്പമില്ലല്ലോ. എന്തായാലും ഞങ്ങളുടെ വിവാഹം നടത്തണം. അതിന് ചിലപ്പോൾ വാപ്പ നാളെ ഒന്ന് വരും. അപ്പൊ ഇത്ത സമ്മതമാണെന്നൊന്ന് പറഞ്ഞാൽ മതി. ഇത്താക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇത്ത പറഞ്ഞിട്ടാണ് ഇക്ക എൻ്റെ കല്യാണം കഴിക്കുന്നതെന്ന് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് അവിടെ താമസിക്കുന്നുണ്ടോ ഒന്നും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ഒക്കെ പറഞ്ഞില്ലേ? ഇത്ത, ഞങ്ങൾക്ക് എന്തായാലും പിരിയാൻ പറ്റത്തില്ല. പ്ലീസ്, ദയവ് ചെയ്ത് ഇത്ത ഇതിന് സമ്മതിക്കണം. ഇത്താക്ക് എന്താ, ഇത്താക്ക് അറിഞ്ഞുകൂടെ സ്നേഹത്തിന്റെ വില? നിങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചതല്ലേ. എനിക്ക് ഇക്കായെ പിരിഞ്ഞ് വേറൊരു ജീവിതമില്ല. എനിക്ക് ഇക്കായെ മാത്രം മതി. ഇക്ക ഇതിന് തടസ്സം നിന്നാ പിന്നെ ഞാൻ ഒരു നിമിഷം ജീവിച്ചിരിക്കത്തില്ല. നിങ്ങൾ തടസ്സം നിൽക്കരുത്. തടസ്സം നിന്നാ ഞാൻ പിന്നെ ജീവിച്ചിരിക്കത്തില്ല. അതിന്റെ ശാപം കൂടെ നിങ്ങൾ ഏക്കും. ഞങ്ങളെ വിവാഹം നടത്തി തരണം പ്ലീസ്. ഞാൻ അവിടെ ഒരു ശല്യം ആവത്തില്ല. ഞാൻ അവിടെ ഒതുങ്ങി ജീവിച്ചോളാം. എനിക്ക് ഇക്ക ഇല്ലാതെ പറ്റത്തില്ല. എനിക്ക് ഇക്ക ഇല്ലാതെ പറ്റത്തില്ല. പ്ലീസ് എന്നെ 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 കൈവിടരുത് പ്ലീസ്. പ്ലീസ് ഇത്ത, ഞാൻ ഒരു ശല്യം ആവത്തില്ല. ഇത്താക്ക് കൂട്ടായിട്ട് നിന്നോളാം. ഞാൻ ഒരു സ്ഥാനം ഏറ്റെടുക്കില്ല. ഇത്ത തന്നെ ആയിരിക്കും ഒന്നാം സ്ഥാനം. ഞാൻ ഒന്നും ഏറ്റെടുക്കൂല. പ്ലീസ്, എനിക്ക് ഇക്കാടെ കൂടെ ജീവിച്ചേ പറ്റൂ. എനിക്ക് ഇനി അങ്ങനെ ഇക്കായെ കളഞ്ഞിട്ട് പോകാൻ പറ്റൂല. ഞങ്ങൾ തമ്മിൽ പറ്റത്തില്ലാത്ത ബന്ധമായിപ്പോയി. പ്ലീസ്. എന്താ പ്ലീസ് ഇത്ത, ഞാൻ പറയാം. ഞാനായിട്ട് ഒന്നിനെ അതിരയിക്കത്തില്ല. ഞാനെന്തിന്? ഞാൻ പോയിക്കോട്ടെ.
നിൽക്കുക. സംസാരിച്ചാ എന്താന്ന് വെച്ചാ തീരുമാനിച്ചോ. ഞാനൊരു എതിർപ്പ് നിൽക്കത്തില്ല. ആരാന്ന് വെച്ചാ വരെയോ കാണി എന്താന്ന് വെച്ചാ പറഞ്ഞു. ഞാൻ സമ്മതമെന്ന് പറഞ്ഞേക്കാം. അവള് സമ്മതിച്ചല്ലേ? എന്താ പറഞ്ഞേ? എന്റെ 18ാമത്തെ അടവങ്ങെടുത്ത് ആ കുറച്ച് കരഞ്ഞ സിമ്പതിയൊക്കെ കാണിച്ച്. ആ അപ്പൊ കുഴപ്പമില്ല, നാളെ വാപ്പ വരുവേ. ആ ഇത് സമ്മതിക്കാം. കാറിന്റെ അടുത്തേക്ക് കാറിൽ കയറിയിരിക്കുന്നു. അപ്പൊ ഇപ്പൊ പോയിക്കോ, ഓ കൂടുതലൊന്നും മുഷിപ്പിക്കണ്ട. ശരി എന്നാ. എന്റെ അടവെല്ലാം എടുത്തിട്ടുണ്ടേ, ഞാൻ അതില് ഇതൊന്നും പറയരുത്. ശരി, ഞാൻ ശരി പോട്ടെ. എന്നാ. നീ എങ്ങനെ പോകും? വണ്ടി ഉണ്ടാ പോവാൻ? വണ്ടി ഇതോ അവിടെ ഉണ്ട്. ശരി എന്നാ, ഞാൻ സ്കൂട്ടി പോട്ടെ. ഉണ്ട്. ഓക്കെ ഓക്കെ, വിളിക്കണേ. ആ രാത്രി വിളിക്കണേ. വിളിക്കാം. ഷെമി, ലസിയുടെ വാപ്പ വന്നിരിക്കുന്ന. നിന്നോട് സംസാരിക്കണം. എനിക്കൊന്നും സംസാരിക്കല്ല, അങ്ങ് പറഞ്ഞാൽ മതിയല്ല. നിന്നോട് സംസാരിക്കാനാ പറഞ്ഞ, അങ്ങോട്ട് വാ. വരാനെന്ന്, അങ്ങോട്ട് വാ. ഷെമി ബാ. അതാണ്ട് ബാ ഷെമി. ഇതാണ് ഷെമി. ഞാൻ മോളുമായിട്ട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കട്ടെ. മോൻ അങ്ങോട്ട് മാറിയില്ലേ? ആ മോളെ പൂർണ്ണ സമ്മതത്തോടെയാണ് ആ വിവാഹത്തിന് സമ്മതിച്ചത്. എനിക്ക് നിന്റെ ഉറപ്പ് കിട്ടണം മോള. എൻ്റെ മോൾ അവൻ്റെ ഭാര്യയായി വന്നു കഴിഞ്ഞാൽ അവൾക്കും ഇവിടെ ബുദ്ധിമുട്ടുണ്ടാവരുത്. മോളെ പൂർണ്ണ സമ്മതത്തോടെ തന്നെ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. മോള് അങ്ങോട്ട് നോക്കി പറയണ്ട, എന്നെ നോക്കി പറഞ്ഞാൽ മതി. മോളെ ആരെങ്കിലും നിർബന്ധിച്ചാണോ ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ചത്? അല്ല. എൻ്റെ മോൾ ഇവിടെ വന്നാൽ അവൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. അതാണ് മോളോട് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് സമ്മതമാണ്. മോൾ അങ്ങോട്ട് നോക്കി പറയണ്ട, വാപ്പായെ നോക്കി പറ. എനിക്ക് കുഴപ്പമില്ല, എനിക്ക് സമ്മതം തന്നെ. പിന്നെന്തിനാ മോള് കരയുന്നത്? ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയണം. ഒന്നുമില്ല, വാപ്പ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വാപ്പ ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഞാൻ കരഞ്ഞു പോയതാ, അല്ല ഒന്നുമല്ല. നീ എനിക്ക് ഉറപ്പ് തരണം. അതിന് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യട്ടെ. അപ്പോൾ അനുസരെ, നീ എവളെയും വീട്ടുകാരെ എല്ലാം കൂട്ടിക്കൊണ്ടങ്ങ് വീട്ടിൽ വാ. വരാം, അടുത്ത ദിവസങ്ങളിൽ തന്നെ അങ്ങ് വരാം. നമ്മളെല്ലാവരുമായിട്ട് അങ്ങ് വരാം. ഞാൻ ഇറങ്ങട്ടെ. വെള്ളം കുടിച്ചിട്ടാം. ഷെമി, വെള്ളം എവിടെ? വെള്ളം കുടിച്ചിട്ടാം. ഒന്നും വേണ്ട, അത് പിന്നെ ആവാം.
ആ ശരി, ഞങ്ങളങ്ങ് എത്താം. വീട്ടുകാരെല്ലാമായിട്ട് ഞങ്ങളങ്ങ് എത്താം. 2 ദിവസത്തിനുള്ളിൽ അങ്ങ് വരാം.